നമസ്കാരം. ബ്രിഡ്ജ് മീഡിയയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ചട്ടംചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിനി നഫീസ ജലാൽ നാളത്തെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ എന്തുത്തരമെഴുതണം എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. കേരള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ 2025 ഇറക്കിയ 8ാം തരത്തിലെ അറബി പുസ്തകത്തിൽ സൗദി അറേബ്യയിലെ ജീവകാരുണ്യ പ്രവർത്തകനായ സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് അൽ രാജിഹിന്റെ ജീവചരിത്രം പാഠ്യവിഷയമാണ്. അതിൽ അദ്ദേഹം 2011 ഫെബ്രുവരി 12 മരിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാഠത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം എന്നാണ് മരിച്ചത് എന്ന ചോദ്യവും പുസ്തകത്തിലുണ്ട്. നാളത്തെ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നഫീസ ജലാലിന്റെ അടുത്ത് നിൽക്കുകയായിരുന്ന പിതാവ് ജലാൽ ബേവിഞ്ച മകളോട് പറഞ്ഞു, സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ജീവിതകഥ ഞാൻ ബ്രിഡ്ജ് മീഡിയയിൽ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ടെന്നും മകളെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഗിളിലും ജെമിനിയിലും പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല, 2023 സുലൈമാൻ ഇബ്നു അബ്ദുൽ അസീസ് $16 ബില്യൺ കാരുണ്യ പ്രവർത്തനത്തിനായി നൽകി ലോകത്തെ ഞെട്ടിച്ചതും ഗൂഗിളിൽ വായിക്കാൻ കഴിഞ്ഞു. കേരള വിദ്യാഭ്യാസ ഗവേഷണ ബോർഡ് ഗവേഷണം നടത്താതെ 2011 മരിച്ചു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് 2023 ഇത്രയും വലിയ സംഭാവന ചെയ്തത് എന്നതും രസകരമാണ്. ബ്രിഡ്ജ് മീഡിയ, കാസർഗോഡ്.